ഒന്നിനു പകരം രണ്ട് ചിത്രങ്ങളുമായി സന്ധ്യ കാത്തിരുന്നു. മോഹൻലാൽ മുന്നിലെത്തിയപ്പോൾ കണ്ണുകളിൽ സന്തോഷത്തിരിമിന്നി. കൈകളില്ലെങ്കിലും പകുതി വളർന്ന ഇടതു കൈമുട്ടിലെ ഇത്തിരി വളവിൽ പെൻസിൽ ചേർത്ത് വരച്ച മോഹൻലാൽ ചിത്രങ്ങൾ അവൾ പ്രിയപ്പെട്ട ലാലേട്ടൻ സമ്മാനിച്ചു. ചിത്രം കണ്ട് മനസ്സ് നിറഞ്ഞ അദ്ദേഹം സന്ധ്യയെ വാത്സല്യത്തോട് ചേർത്ത് പിടിച്ചു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലാലേട്ടനെ കണ്ണിറയെ കണ്ടു. മനസ്സ് നിറഞ്ഞു. സന്തോഷത്താൽ വാക്കുകൾ മുറിഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത് മുൻപ് വരച്ച് കാത്തുവെച്ച ചിത്രം. മറ്റേത് അധികം തയ്യാറെടുപ്പുകൾ ഒന്നുമില്ലാതെ കാണുന്നതിൻ്റെ തലേ ദിവസം വരച്ച ചിത്രം. വരച്ചത് ശരിയായോ എന്നറിയില്ല, അവൾ മുഖമുരയായി പറഞ്ഞു. ഒക്കെ ശരിയാവും, ലാലേട്ടൻ്റെ ചിരി നിറഞ്ഞ മറുപടി. ചിത്രങ്ങൾ ഒന്നിൽ കയ്യൊപ്പ് ചാർത്തി അദ്ദേഹം തിരികെ നൽകി. രണ്ടാമത്തെ ചിത്രം ഹൃദയത്തിൽ ചേർത്ത് വെച്ചു. വിദ്യാഭ്യാസത്തെക്കുറിച്ചും ചിത്രം വരച്ചതിനെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു. മാതാപിതാക്കളോട് കുശലാന്വേഷണം നടത്തി അവരുടെ മനം നിറച്ചാണ് മടങ്ങിയത്. ജന്മന ഇരു കൈകളും കാലുമില്ലാതെയാണ് പാച്ചല്ലൂർ സ്വദേശിയായ സന്ധ്യയുടെ ജനനം. പരിമിതികളെ പ്രതീക്ഷയാക്കി അവൾ വരച്ച മോഹൻലാൽ ചിത്രത്തെക്കുറിച്ച് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഇത് ശ്രദ്ധിക്കപ്പെട്ട അദ്ദേഹം തൻ്റെ പിറന്നാൾ ദിനത്തിൽ സന്ധ്യയെ ഫോണിൽ വിളിച്ച് സ്ഥലത്താരത്തെത്തുമ്പോൾ നേരിട്ട് കാണാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. മോഹൻലാലിനെ നേരിട്ട് കാണണമെന്ന് സന്ധ്യയുടെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമായിരുന്നു. മാതാപിതാക്കളായ സന്തോഷിനും രേഖയ്ക്കും മറ്റു സുഹൃത്തുക്കൾക്കുമൊപ്പം സന്ധ്യ എത്തിയത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രഥമ ക്രിക്കറ്റ് ലീഗിൻ്റെ ഉദ്ഘാടനം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി മോഹൻലാൽ തലസ്ഥാനത്ത് തുടങ്ങിയായിരുന്നു.